എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാരിപ്പള്ളി, മുക്കട, കടമ്പാട്ടുകോണം എന്നീ ഭാഗങ്ങളിലെ നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. വർക്ക് നടക്കുന്ന എല്ലാ ഭാഗവും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. വീഡിയോ ആരംഭിക്കുന്നത് കല്ലുവാതുക്കൽ ടോൾ പ്ലാസ കഴിഞ്ഞ് പാരിപ്പള്ളിയിലേക്കുള്ള എക്സിറ്റിന് അടുത്തു നിന്നാണ്. ടോൾ പ്ലാസ കഴിഞ്ഞ് സർവീസ് റോഡ് ആരംഭിക്കുന്ന ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എക്സിറ്റ് പോയിൻ്റ് വഴിയോ നമുക്ക് പാരിപ്പള്ളി ഭാഗത്തേക്ക് പോകാൻ കഴിയും. ഇവിടെ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും സെക്കൻഡ് ലെയർ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ കാണുന്നത് പാരിപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടത്തെ വർക്ക് അപ്ഡേറ്റുകൾ പോയി നോക്കാം. ഇവിടെ റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ്ങുകൾ മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. റോഡിൻ്റെ രണ്ട് സൈഡിലും നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ഫ്രിക്ഷൻ സ്ലാബുകളും ആറിവാൾ ബ്ലോക്കുകളുമൊക്കെ അടുക്കി വച്ചിരിക്കുകയാണ്. ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആക്കിയ ഭാഗം വരെയും രണ്ട് സൈഡിലെയും ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണവും നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഭാഗം മാത്രമാണ് ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്യാനും ആറിവാൾ ബ്ലോക്കുകൾ ഉയർത്താനുമുള്ളത്. ഇടവിട്ടുള്ള മഴ കാരണം വർക്ക് മെല്ലെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നിന്ന് തിരിച്ച് എക്സിറ്റ് പോയിന്റിലേക്ക് പോയി പാരിപ്പള്ളിയിലെ കാഴ്ചകൾ കാണാം. പാരിപ്പള്ളി വരെയുള്ള സർവീസ് റോഡിൻ്റെ ഒരു ലെയർ ടാറിങ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മുകളിൽ കാണുന്ന ക്രാഷ് ബാരിയറുകൾ കാസ്റ്റ് ചെയ്ത ഭാഗം വരെയാണ് ടാർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗം മാത്രമാണ് ഇനി ആറിവാളിൻ്റെ വർക്കും മണ്ണ് ഫില്ല് ചെയ്യാനുള്ള വർക്കും ഒക്കെ ഉള്ളത്. പാരിപ്പള്ളിയിലെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണമെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. രണ്ട് സൈഡിലെയും ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണവും നടക്കുന്നുണ്ട്. ലാസ്റ്റ് സെക്ഷൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞ മാസം അവസാനമാണ് നടന്നത്. മൂന്ന് ഓപ്പണിങ്ങുകളാണ് ഉള്ളത്. അതിൽ 2 ഓപ്പണിങ്ങുകൾ ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇനി ആറിവാൾ വർക്ക് പുരോഗമിക്കാനുണ്ട്. ഇനി ഇവിടെ നിന്നും സർവീസ് റോഡ് വഴി നേരെ മുക്കട ഭാഗത്തേക്ക് പോകാം.
ഇവിടെയും സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ് മാത്രമേ നടന്നിട്ടുള്ളൂ. മുക്കടയിലെ അണ്ടർപാസ് ആണ് ഈ കാണുന്നത്. അണ്ടർപാസ് ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. വർക്കലയ്ക്ക് പോകുന്ന വാഹനങ്ങളും ഇപ്പോൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. പാരിപ്പള്ളിയിലെ അണ്ടർപാസ് കഴിഞ്ഞ് 1 കിലോമീറ്റർ ആവുന്നതിന് മുന്നേ തന്നെ മുക്കടയിലെ അണ്ടർപാസ് വരുന്നുണ്ട്. അതുകൊണ്ട് പാരിപ്പള്ളി മുതൽ മുക്കട വരെ ആര്യവാൾ വർക്കാണ് നടന്നിരിക്കുന്നത്. ഈ ഭാഗത്തെ വർക്കിൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് മുക്കട അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡ് വഴി ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ മുക്കട അണ്ടർപാസിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും എത്രത്തോളം ദൂരം വരെ വർക്ക് കഴിഞ്ഞതായി പോയി നോക്കാം. ഇത് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗമാണ്. ഇവിടെ നല്ല രീതിയിലുള്ള വർക്ക് പുരോഗമിക്കുന്നുണ്ട്. പാരിപ്പള്ളി ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ HB പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ ടാറിങ് വർക്കുകളും മെറ്റൽ ഫില്ല് ചെയ്യുന്ന വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും തിരിച്ച് കടമ്പാട്ടുകോണം വരെ പോയി അവിടുത്തെ വർക്കുകൾ കാണാം. മുക്കട മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള ഭാഗത്ത് ടാറിങ് വർക്കുകൾ ഏറെക്കുറെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് ലെയർ ടാറിങ്ങും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ പോളുകൾ സ്ഥാപിക്കുന്ന വർക്കുകളാണ് നടക്കുന്നത്. ഏറെക്കുറെ അതും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാവനാട് മുതൽ കടമ്പാട്ടുകോണം വരെയാണ് ശിവാലയ കൺസ്ട്രക്ഷൻസ് ഏറ്റെടുത്തിരിക്കുന്നത്. കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗത്ത് RDS കമ്പനിയായിരുന്നു. ഇപ്പോൾ RKC വർക്ക് ഏറ്റെടുത്തതിന് ശേഷം നല്ല പുരോഗതിയാണ് കാണാൻ കഴിയുന്നത്. കടമ്പാട്ടുകോണം ജംഗ്ഷനിൽ ഇപ്പോൾ ഒരു സൈഡിലെ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെ ഭാഗത്തെയും വർക്ക് പുരോഗമിക്കുന്നുണ്ട്. കടമ്പാട്ടുകോണം ജംഗ്ഷൻ അല്പം താഴ്ന്ന ഭാഗമായതിനാൽ ഇപ്പോൾ 2 സൈഡിലും റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കുന്ന വർക്കാണ് നടക്കുന്നത്. ഇവിടെ നിന്നും തിരിച്ച്
പാരിപ്പള്ളി ഡയറക്ഷനിലേക്ക് പോയി ആ ഭാഗത്തെ കാഴ്ചകൾ കാണാം. ഈ കാണുന്ന എക്സിറ്റ് വഴിയാണ് പാരിപ്പള്ളി ഡയറക്ഷനിലേക്ക് പോവേണ്ടത്. ഇവിടെ നിന്നും ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാണ് വർക്കലയ്ക്ക് പോകേണ്ടത്. ഇപ്പോൾ കുറച്ച് ഭാഗത്ത് ഇനി റോഡ് പണി ബാക്കിയുണ്ട്. നേരത്തെ കണ്ടത് ഈ പെട്രോൾ പമ്പിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചയാണ്. ഇവിടം വരെയാണ് ഇപ്പോൾ ടാറിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. നേരത്തെ കണ്ട താറിട്ട ഭാഗം മുതൽ പാരിപ്പള്ളി ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗം വരെയാണ് ഇനി വർക്ക് നടക്കാനുള്ളത്. ഇടയ്ക്കുള്ള മഴ കാരണം വർക്ക് മന്ദഗതിയിലാണ് ഇപ്പോൾ പോകുന്നത്. പാരിപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ ടോൾ പ്ലാസയുടെ അടുത്ത് വരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. കൊല്ലം ജില്ലയിലെയും തിരുവനന്തപുരം ജില്ലയിലെയും മറ്റ് ഭാഗങ്ങളിലെ വീഡിയോയുമായി ഉടൻ തന്നെ വരാം.
ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.